ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നോട്? ഐശ്വര്യ ആ കൊട്ടാരത്തിലെ ഇളമറക്കാരിയെന്നല്ലേ അന്ന് നീ പറഞ്ഞത്? അതെ. പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യില് ഒന്നും ഇല്ലാന്നും പറഞ്ഞു. പറഞ്ഞു. ഇനി നീ പറഞ്ഞതുപോലെ ഐശ്വര്യ അവിടുത്തെ അംഗമാണെങ്കിൽ അത് പിന്നീട് എപ്പോഴെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അതിന്റെ അവകാശി അത് ഐശ്വര്യല്ലേ? നീ പറഞ്ഞതുപോലൊക്കെയാണ് സംഭവമെങ്കിൽ ഇലവുദേശം കൊട്ടാരത്തിന് ഒരേ ഒരു അവകാശി ഐശ്വര്യലക്ഷ്മി എന്ന എന്റെ മരുമകൾ. അപ്പോ കള്ളപ്പട്ടയമുണ്ടാക്കി നീ പറ്റിക്കാൻ പോകുന്നത് എന്നെയല്ലേ? അതിനൊരു സത്യം അറിഞ്ഞിട്ട് പോരെ കള്ളപ്പട്ടയവും റിസോർട്ടുമൊക്കെ? നീ പറഞ്ഞതുപോലെയാണെങ്കിൽ കൊട്ടാരം എനിക്ക് മാത്രം. നീ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്. അതാണ് നമ്മൾ ഇപ്പോ ഉണ്ടാക്കാൻ പോകുന്ന ഡീലിങ്സ്. ഞാൻ പറഞ്ഞത് നരേന്ദ്രനും മനസ്സിലായില്ലേ? മനസ്സിലായി. പറയൂ. ഐശ്വര്യലക്ഷ്മിയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. മാഡം അറിഞ്ഞതും പറഞ്ഞതും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഐശ്വര്യ ഫേക്കാണ്. ഐശ്വര്യയുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആരാ അവളുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും? ഫോട്ടോ സെൻഡ് ചെയ്യ്. ഞാൻ മാഡത്തിനെ കാണാൻ നേരിട്ട് വരാം. എല്ലാ ഡീറ്റെയിൽസും ഫയലിലും പെൻഡ്രൈവിലും ആക്കിയിട്ടുണ്ട്. വേഗം വീട്ടിലേക്ക് വാ, ഞാൻ അവിടെ ഉണ്ടാവും. ശരി മാഡം.